ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോയുടെ ഒരു മാർക്കറ്റ് അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും നമുക്ക് നോക്കാം മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താണ്. മാർക്കറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫോളാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. അവിടെ മാർക്കറ്റ് താഴത്തേക്ക് പോയോ അതല്ലെങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. നിങ്ങൾ ഈ ചാർട്ടിൽ ഈ കാണുന്ന ഈ ഒരു സോൺ നമ്മൾ ഡേയുടെ ഒരു സപ്ലൈ സോണാണ്. ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് എക്സാക്റ്റ് താഴത്തേക്ക് പോകും എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ എന്നിരുന്നാലും മാർക്കറ്റ് ഇവിടെ ഒരു ചെറിയൊരു മൊമെൻറ്റം തന്നതല്ലാതെ ഏകദേശം മാർക്കറ്റ് ഒരു 1500 പോയിൻറ്റിൻ്റെ ഒരു മൊമെൻറ്റം തന്നതല്ലാതെ മാർക്കറ്റ് ഇവിടുന്ന് ഫോൾ ആയിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് മേ ബി എന്ത് ചെയ്യാം, ഇനിയും ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യാം മുകളിലേക്ക്. ഈ ഒരു മാക്സിമം ഈ ഒരു സോൺ വരെ 72,000 വരെ മേ ബി മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളതാണ്. മാർക്കറ്റ് ഈ ഒരു സോണിൽ നിന്ന് ഫോൾ ആവുകയാണെങ്കിൽ അഗ്രസീവായിട്ട് ഓൾറെഡി ഫോൾ ആകണമായിരുന്നു. ബട്ട് മാർക്കറ്റ് എന്തായിട്ടില്ല, ഇവിടുന്ന് ഫോൾ ആയിട്ടില്ല. കാരണം നമ്മളെന്തായാലും താഴത്തേക്കുള്ള ട്രേഡ്സുകൾ തൽക്കാലം നോക്കുന്നില്ല. ഓൾറെഡി നമ്മൾ 2 ട്രേഡ്സ് ഓൾറെഡി ഇന്നലെ ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചെറിയൊരു പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്തു. നമുക്കൊരു ചെറിയൊരു പ്രോഫിറ്റിലാണ് അത് എക്സിറ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ സൊലാനയിൽ ഇന്നൊരു ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ബ്രേക്ക് ഈവനിൽ എക്സിറ്റ് ചെയ്തു. സ്റ്റിൽ നമുക്ക് ഇവിടെ ഒരു ഡയറക്ഷൻ കിട്ടുന്നില്ല. മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മാർക്കറ്റ് ഒരു 400-500 പോയിൻറ്റിനകത്തിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുപോലെ നമുക്ക് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് എക്സാക്ട് നമുക്കൊരു ഡയറക്ഷൻ ഇല്ല, അല്ലെങ്കിൽ താഴത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ മേളത്തേക്ക് പോകുന്ന ഒരു വ്യൂ ഇല്ല. സ്റ്റിൽ നമ്മളെന്തായാലും വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ എല്ലാ മാസവും നമുക്ക് ഒരുപോലെ പ്രോഫിറ്റ് എടുക്കണമെന്നും അല്ലെങ്കിൽ എല്ലാ മാസവും നമുക്ക് അല്ലെങ്കിൽ ചെറിയ ലോസിലേക്ക് നമ്മൾ പോകുന്നോ ഇല്ല. ചില മാസം നമ്മൾ ബ്രേക്ക് ചെയ്യാൻ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ചില മാസം നമുക്ക് പ്രോഫിറ്റ് ഇല്ലാതെ നിൽക്കേണ്ടി വരും. അത് ട്രേഡിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. എന്നിരുന്നാലും നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 അവറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിൽ ഇവിടെ ഓൾറെഡി 50 മിനിറ്റ് മാർക്കറ്റ് ചോക്കാക്കിയിരുന്നു. വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു, വീണ്ടും ഒരു BOS തന്നിട്ടുണ്ട്. മാർക്കറ്റിൽ ഈ ഒരു സോണിൽ സപ്ലൈ ആണ് കൺട്രോൾ ചെയ്യുന്നത്. മാർക്കറ്റിൻ്റെ ഈ ഒരു സോൺ മാർക്കറ്റിൽ സപ്ലൈ ആണ് ഇപ്പോൾ ബിറ്റ്കോയിനിൽ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു അഗ്രസീവ് മൊമെൻറ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ താഴത്തേക്ക് പോകുന്ന ഒരു വ്യൂ ഇല്ല. സ്റ്റിൽ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ മാർക്കറ്റ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഓൾറെഡി വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടുത്തെ ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്യും എന്ന് നമുക്കൊരു മാർക്കറ്റിൻ്റെ മൊമെൻറ്റം വെച്ചിട്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലെ ലിക്വിഡിറ്റി മാർക്കറ്റ് എന്തായാലും കളക്ട് ചെയ്യണം. അതിനുശേഷം വേണമെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യാം, മുകളിലേക്ക് പോകാനാണെങ്കിൽ ഒരു മൊമെൻറ്റം എന്തായാലും തരാം. ഇത് ചെറിയൊരു മൊമെൻറ്റം ആയതുകൊണ്ടാണ് നമ്മുടെ ട്രേഡ്സുകളൊന്നും പ്ലാൻ ചെയ്യാത്തത്. മാർക്കറ്റിൽ ഇവിടെ ഏകദേശം ഒരു 500-600 പോയിൻറ്റിന് അകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ട്രേഡ്സൊന്നും പ്ലാൻ ചെയ്യാത്തത്. അത് മാത്രമല്ല മാർക്കറ്റ് ഇവിടെ താഴത്തേക്ക് വരുന്നത് കറക്റ്റീവായിട്ടാണ്. അപ്പോൾ മാർക്കറ്റ് ഇമ്പൾസീവായിട്ടൊരു മൂവ്മെൻറ്റ്, ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്താൽ ഇമ്പൾസീവായിട്ട് ഈ ഒരു സോൺ വരെയെങ്കിലും 66,700 വരെയെങ്കിലും ഇമ്പൾസീവായിട്ട് മൂവ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ സ്റ്റിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇവിടെ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ട്രേഡ്സിനെ പറ്റി തൽക്കാലം പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതല്ലെങ്കിൽ ഈ ഒരു സോൺ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു സോൺ 67,200 എന്നുള്ള ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ട്രേഡ്സിലേക്ക് നിലവിൽ പ്ലാൻ ചെയ്യുന്നുള്ളൂ. നമ്മൾ എടുത്ത ട്രേഡ്സും കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ബ്രേക്ക് ഈവനിൽ എക്സിറ്റ് ചെയ്യാണ് ചെയ്തത്. നമ്മളിങ്ങനെ ബ്രേക്ക് ഈവനിൽ എക്സിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു ചാർജ്, പ്ലാറ്റ്ഫോം ചാർജ് പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് മറ്റ് ട്രേഡ്സുകളൊന്നും എന്തായാലും നോക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താണ്. മാർക്കറ്റ് നാളെ അടുത്ത ദിവസങ്ങളിലും കൺസോളിഡേഷൻ ആണോ എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ വീണ്ടും കാണാം. ബൈ ബൈ ഓൾ.